ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഞാനേ ഹിന്ദി സംസാരിക്കും, ഗൾഫിലാണെങ്കിൽ അറബി സംസാരിക്കും. കുറച്ച് തമിഴന്മാരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. തമിഴ് ഞാൻ സംസാരിക്കും, എനിക്ക് മനസ്സിലാവുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചാലും ഇംഗ്ലീഷ് മാത്രം, എന്തൊരു ലാംഗ്വേജ് ആണിത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, എന്താണ് ഇംഗ്ലീഷ് ഇത്രയ്ക്ക് പാട്, എന്താ ചെയ്യുക നമുക്ക് ഇതൊന്ന് എളുപ്പമാക്കാൻ? അപ്പോൾ ഇന്ന് അതാണ് ടോപ്പിക്ക്. അപ്പം ഞാൻ ആദ്യം തന്നെ കാര്യം പറയാം കേട്ടോ. സത്യമാണ്, ഇംഗ്ലീഷ് ഇത്തിരി പാടാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളിങ്ങനെ പാടാണ്, പഠിക്കാൻ ശ്രമിച്ചിട്ട് പാടാണെന്ന് പറയുന്നത് പോലെയല്ല ഞാൻ പറയണത്. ഞാൻ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കില്ലേ, അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ സാധാരണ കോഴ്സ് വർക്കിൻ്റെ ഒപ്പം എപ്പോഴേലും ഒക്കെ ഇംഗ്ലീഷ് വരാറുണ്ട്. ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പറയാം, പക്ഷേ ഇംഗ്ലീഷ് വലിയ സബ്ജക്റ്റില്ല. ഇപ്പം നന്നായിട്ട് PhD ഒക്കെ അതിലെടുത്ത ആൾക്കാരെ പറയുന്നത് വേറെ ആയിരിക്കും. പക്ഷെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. അത് വെച്ച് പറയാണ്, ദ സ്ട്രഗിൾ ഇസ് റിയൽ. സത്യമാണ്, കുറച്ച് പാടായിട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്. എന്നുവെച്ചാൽ പലപ്പോഴും വർഷങ്ങളോളം ഇംഗ്ലീഷ് പഠിച്ചിട്ടും ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് കണ്ടിട്ടും ഒക്കെ ചെയ്തിട്ടും ഗ്രാമർ അറിഞ്ഞിട്ടും ഒരാൾ നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വരുമ്പോൾ ഫ്രീസ് ചെയ്യും നമ്മൾ. ആ ചോദ്യം, അവർ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ വലിയൊരു യമണ്ടൻ ചോദ്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ അവർ ചോദിക്കുക ഹൗസ് ഇറ്റ് ഗോയിങ്, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ളതായിരിക്കും. ഇതെങ്ങനെ പറയും ഞാനെന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് സ്റ്റക്കാവും പലരും. എന്നോട് വന്ന് പറയാറുള്ള കഥകളാണ് കേട്ടോ. ആ ഒരു നിമിഷം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പിന്നെയും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ആ ഒരു നിമിഷത്തിൽ പ്രപഞ്ചം മുഴുവൻ എന്നെ നോക്കി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നുന്നു. ചില ആൾക്കാർ, ഗൾഫിലുള്ള ചില സ്ത്രീകളുടെ അടുത്ത് പറയാറില്ല, അവർ വാതിൽ തുറക്കാറില്ല. അപ്പുറത്തെ ആൾക്കാർ, ഗൾഫിലൊക്കെ കുറേ നോർത്ത് ഇന്ത്യൻസോ അല്ലെങ്കിൽ പാകിസ്ഥാനി അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇവരൊക്കെ വന്നതല്ല ഇംഗ്ലീഷ് സംസാരിച്ചാൽ പെട്ടു പോകില്ലോ എന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറക്കാറില്ല. ഞാൻ എന്ന് സത്യമായിട്ടും പറയുന്ന ആൾക്കാർ ഉണ്ട്. ഗ്രാമർ അറിയാം, വൊക്കാബുലറി കുറച്ചൊക്കെ അറിയാം, എന്നാലും നമ്മുടെ ബ്രെയിൻ നമ്മുടെ അടുത്ത് എന്താ പറയുക, മിണ്ടണ്ട, സ്റ്റക്കായി നിന്നോ. തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നമ്മൾ ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ കോടിക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ കൂടെ വരും. അത്രയും ആൾക്കാരുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല കേട്ടോ ഈ കാര്യത്തിൽ. ഞാനിതിൽ നമ്മളെന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒട്ടും അറിയാത്തപ്പോൾ, ഇപ്പോൾ ജർമ്മൻ ഒട്ടും അറിയാത്ത സമയത്ത് ഇത് എന്താ ഈ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ ആ ശബ്ദങ്ങൾ കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് തുടങ്ങാറുണ്ട്. ഇതെന്താ ഈ പറയുന്നത്, എന്നു മാത്രമേ കേൾക്കുന്നുള്ളൂ, വാക്കുകൾ മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആദ്യകാലത്ത് ഞാൻ ജർമ്മനി വന്ന സമയത്ത് വന്നിട്ടായിരുന്നു. എന്നാൽ ഈ ഇംഗ്ലീഷിനെ കുറിച്ച് ആൾക്കാർ പറയണ ഒരു പ്രോബ്ലം എനിക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കുറച്ച് ടഫായി തോന്നുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാം കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ബുദ്ധിമുട്ടാണെന്നുണ്ട് എന്നാൽ പിന്നെ വേണ്ടല്ലോ എന്നല്ല കേട്ടോ ചിന്തിക്കേണ്ടത്. ബുദ്ധിമുട്ടോ, ബ്രിങ് ഇറ്റ് ഓൺ, കൊണ്ടുവരൂ, എന്നെ നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമില്ല, 10 തലയുള്ള രാവണനാണ് ഞാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മളിത് സമീപിക്കാൻ. അതിപ്പോൾ ഞാൻ ടഫാണെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പ്രൊനൗൺസിയേഷനാണ് വലിയൊരു കാര്യം. ഇപ്പോൾ OUGH പല വാക്കുകളിലും ഇത് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് വേറെ ആയിരിക്കും. പിന്നെ റീഡ്, READ, റീഡാണോ റെഡാണോ ഒരേ സ്പെല്ലിംഗ് ആണ് അല്ലേ, പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും. അപ്പോൾ എങ്ങനെ ഇത് വായിക്കണം? അതുപോലെ നൈഫ്, അവിടെ എന്തിനാ കെ, ആരെ കുത്തിക്കൊല്ലാനോ അവിടെ കെ വെച്ചേക്കണേ, കെ ഇല്ലാണ്ട് അവർ നൈഫ് എന്ന് വായിക്കില്ലേ? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ വരും ഒരു വാക്കുകൾ കാണുമ്പോൾ. അപ്പം തന്നെ നമുക്ക് സ്ട്രെസ് വരും. പക്ഷേ വിഷമിക്കേണ്ട, നമ്മളിത് എങ്ങനെയാണ് ഒന്ന് സിമ്പിളാക്കിയിട്ട് എങ്ങനെയാണ് കോൺഫിഡൻസോട് കൂടി സംസാരിച്ച് തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ കുറച്ചൊരു കെയോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ ഒരു മെസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായി വന്നൊരു ലാംഗ്വേജ് അല്ല. അതിൽ കുറച്ച് ജർമ്മൻ ഉണ്ട്, കുറച്ച് ലാറ്റിൻ ഉണ്ട്, പിന്നെ കുറച്ച് കാലം ഫ്രഞ്ചുകാർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ ഫ്രഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ കുറേ വാക്കുകൾ കൊണ്ടുപോയിട്ടില്ലേ, ധർമ്മ എന്നൊക്കെ പറയാമല്ലോ ആൾക്കാർ. അങ്ങനത്തെ കിട്ടിയ സ്ഥലത്തു നിന്നൊക്കെ ഇവന്മാർ വാക്കുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഒക്കെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു അവിയൽ എന്നൊക്കെ പറഞ്ഞാൽ അവിയലിന് ദേഷ്യം വരും, അത്രയും രീതിയിലുള്ളൊരു പരുവാണ് ഈ ലാംഗ്വേജ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ വാക്ക് നോക്കിയോ, ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? ഇത് ദോ, ഇതോ ത്രൂ, ഇതോ ടഫ്. കണ്ട എല്ലാം ഒരുപോലെ തോന്നും, പക്ഷേ ഇതൊന്നും നമ്മൾ യാതൊരു ബന്ധവുമില്ല. അതാണ് വേറൊരു പ്രശ്നം. എഴുതുമ്പോൾ സിമിലർ ആണെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഒക്കെ വ്യത്യാസമാണ്. അതുമാതിരി തന്നെ ഇത് മീറ്റ്, ഇറച്ചി, മലയാളം ഗ്രാമർ നേഴ്സ് വന്നിട്ട് തന്നെ ഇപ്പം ശരിയാക്കും. ഇതോ മീറ്റ്, സൗണ്ട് രണ്ടും ഒന്നാ, പക്ഷേ രണ്ടാമത്തെ മീറ്റിൻ്റെ അർത്ഥം കണ്ടുമുട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണേ? ആർക്കറിയാം. ഗ്രാമർ ആണെങ്കിലോ, ഗ്രാമർ ഇതിനേക്കാളും വലുതാണ്. ഫ്രേസൽ വേർബ്സ് ഒരു സാധനമുണ്ട്, ഗിവ് അപ്പ് എന്ന് വെച്ചാൽ ക്വിറ്റ്,
ഗിവ് ഇൻ എന്ന് വെച്ചാൽ സറണ്ടർ. ഗിവ് ഔട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട്. ആ ഗിവ് എന്ന വാക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവർ അതിൻ്റെ കൂടെ ചേർക്കുന്ന വാക്കുകൾ അനുസരിച്ച് ഇതിൻ്റെ മീനിങ് മാറും. അതുപോലെ തന്നെ മേക്കപ്പ് എ സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കുക, ഒരു കഥ ഉണ്ടാക്കുക, മെനയ്യ എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇഫ് യു മേക്കപ്പ് വിത്ത് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കശപിശ ഉണ്ടായത് ശരിയാക്കുക. ഇപ്പം നമ്മൾ ഇത്രയും കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും ഇംഗ്ലീഷ് ഇത്രയും ടഫാവാൻ കാരണം എന്താ? ശരിക്കും പറഞ്ഞാൽ അത് ഗ്രാമർ കാരണമോ സ്പെല്ലിംഗ് കാരണമോ ഒന്നുമല്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ പൊതുവെ പഠിപ്പിക്കണ കാര്യങ്ങളില്ലേ, ഇപ്പോൾ ഹൗ ഡു യു ഡു അങ്ങനെ നമ്മൾ പഠിപ്പിക്കും. ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു എന്നൊക്കെ പറയാമെന്നൊക്കെ പഠിപ്പിക്കും. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ഈ ഹൗ ഡു യു ഡു ഒന്നും ഇപ്പോൾ തീരെ ഉപയോഗിക്കില്ല. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു, ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒന്നും ഹൗ ഡു യു ഡു ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഒരു ഇതാണ് ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊരു ഇഡിയം നമ്മൾ പഠിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, മഴ ശക്തിയായി പെയ്യാണെന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഈ ഇഡിയം ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വെച്ചൊരു പുസ്തകമൊക്കെ തുറന്നാൽ ഭയങ്കര ടെക്സ്റ്റ് ബുക്കിഷ് ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കാം. നമ്മൾ എന്നിട്ട് ഗ്രാമറൊക്കെ കൃത്യമായിട്ട് പഠിക്കും. അതാണ് എനിക്ക് വലിയൊരു പ്രോബ്ലം. അത് ഞാൻ ഗ്രാമറൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ മക്ഡൊണാൾഡ്സിൻ്റെ ആഡില്ലേ, ഐ എം ലവിങ് ഇറ്റ്, അങ്ങനെ ഈ ലവിൻ്റെ കൂടെ ING ഇടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അവർ രസത്തിന് വേണ്ടി അതങ്ങ് ഇട്ടു. അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞുകൂടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ചില വേർബ്സ് ഉണ്ട്, ഹെയ്റ്റിങ് ലവിങ് എന്നൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കില്ല. ഏത് വേർബിൻ്റെ ING ഫോമിൽ, നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല, ഇങ്ങനെ ഉപയോഗിക്കില്ല. പക്ഷെ ഇപ്പം അതും ആൾക്കാർ ഉപയോഗിച്ച് ആ റൂൾസിൽ മാറ്റം വന്നു തുടങ്ങി. അതൊക്കെ ആക്സെപ്റ്റഡ് ആയി തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ കേൾക്കും ഗോണ ഗ്രാബ് സം ഫുഡ് യു ഇൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏത് ഗ്രാമർ? ഞാൻ പഠിച്ച ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഒരു ടെൻസോ ഒന്നും ഇതിലില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തോന്നും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് എന്ത് കാര്യം, ഇതൊക്കെ യൂസ്ലെസ് ആണ്, ഞാൻ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന്. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മളെങ്ങനെയാണ് പഠിക്കുന്നേ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്നേ എന്നുള്ള കൂടെ പ്രശ്നമാണ്. നമ്മൾ ആ റൂൾസ്, ഗ്രാമർ റൂൾസിൽ കുറേയധികം ഫോക്കസ് കൊടുത്താൽ നമുക്ക് റിയൽ ലൈഫിൽ ഇത് ഉപയോഗിക്കാൻ കുറച്ച് പേടിയായി തുടങ്ങും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി അപ്രോച്ച് ചെയ്യേണ്ടത്? നമ്മുടെ ഫോക്കസ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് പഠിക്കുന്നേക്കാളും പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റണം. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു ഭയങ്കര സത്യസന്ധമായ ആവേശമുള്ള മനുഷ്യന്മാരാണ് ഈ പെർഫെക്റ്റായി പഠിക്കണമെന്ന് വിചാരിക്കുക. റൂൾസും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നല്ല ഒക്കെ തന്നെയാണ് കേട്ടോ, അതല്ലാന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അതൊന്ന് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റി തുടങ്ങുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരിക. അപ്പോൾ ആദ്യം പെർഫെക്റ്റായി പഠിക്കണത് അങ്ങോട്ട് വിടുക. എന്തിനാ ഫോക്കസ് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പെർഫെക്റ്റ് ഗ്രാമർ വേണ്ട. ശരിക്കും നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റായി ഗ്രാമർ പറയണമെന്നില്ല. നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെ പലപ്പോഴും കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കും. പക്ഷെ അതിന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വേണ്ട അത് പറയണില്ല, അവർക്ക് വിഷമമായാലോ, അങ്ങനെ ജനറലി നമ്മൾ പറഞ്ഞ പൊട്ടത്തരമുള്ള ഒരു ടൈപ്പ് ഇംഗ്ലീഷ് മിസ്റ്റേക്സ് വരുത്തുമ്പോൾ പിന്നെ ഞാൻ ഇനി ഒന്നും പറയില്ല, ആൾക്കാർ ചിരിച്ചു എന്നൊരു ഫീലിംഗാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് എത്ര മിസ്റ്റേക്ക് വരുത്തുന്നു, അതൊന്നും കുഴപ്പമില്ല. മിസ്റ്റേക്സ് ഒന്നും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ശരിയാവില്ല. ആകെയുള്ളത് മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ എറേഴ്സൊക്കെ പറ്റുന്നതിന് നമ്മളങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ മെസ്സേജ് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കുക. നമുക്ക് എന്താ പറയേണ്ടത് അത് കൃത്യമായിട്ട് അപ്പുറത്തെ ആൾക്ക് എത്തണം, അതിലായിരിക്കണം ഫോക്കസ്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹി ഗോ ടു വർക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു വെച്ചോ, ആൾക്കാർക്ക് മനസ്സിലാവുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഹി ഗോ ടു വർക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ അവൻ ജോലിക്ക് പോയി എന്നാണ് ഉദ്ദേശിച്ചത്. യെസ്റ്റർഡേ വന്നപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടി. ശരിക്കും ഹി വെൻറ്റ് ടു വർക്ക് യെസ്റ്റർഡേ എന്നാണ് വരേണ്ടത്, പാസ്റ്റ് ടെൻസ് വിട്ടുപോയി. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ് ആ കാര്യം അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുക, അതിലായിരിക്കണം. പെർഫെക്ഷനിലേക്ക് നമ്മൾ ഊന്നുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് വരിക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വൊക്കാബുലറി കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേർഡ്സ് ABCD എന്നിട്ട് കുറേ വേർഡ്സ് പഠിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രേസസ് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ സെൻറ്റൻസസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. വേർഡ്സായിട്ട് ഇന്നലെ യെസ്റ്റർഡേ അങ്ങനെ പറഞ്ഞ് പഠിക്കരുത് കേട്ടോ, അത് വളരെ മോശമാണ്. ഓരോ സെൻറ്റൻസ് ചെറിയ ചെറിയ സെൻറ്റൻസുകളിൽ അല്ലെങ്കിൽ ഫ്രേസസ് ആയിട്ട് പഠിക്കണം. ഈ ഫ്രേസസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ചെറിയ സെൻറ്റൻസ് ആയിട്ട് ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മീറ്റ് എന്നുള്ള വാക്ക് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ മീറ്റ് കാണുക എന്ന് പറഞ്ഞേക്കാളും നൈസ് ടു മീറ്റ് യു അല്ലെങ്കിൽ ലെറ്റ്സ് മീറ്റ് അപ്പ് ക്യാൻ വി മീറ്റ് ഇൻ 5 minutes 5 മിനിറ്റിൽ കാണാമോ നമുക്ക്? ക്യാൻ വി മീറ്റ് ഇൻ 5 minutes? അങ്ങനെ ആ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ലൈ ചെയ്തിട്ട് വായിൽ സംഭവം വരുത്താനും ആ മീനിങ് ഓർത്ത് വെക്കാനും സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കാണുക,
ശ്രദ്ധിക്കുക, എന്നിട്ടത് ഇമിറ്റേറ്റ് ചെയ്യുക. ഈ ശരിക്കും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ശരിക്കും മിമിക്കാണ് ചെയ്യണത്. നമ്മൾ നമ്മുടെ പാരൻസ് പറയണത് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ പറയണത് മിമിക് ചെയ്തിട്ടാണ് മലയാളം പഠിച്ചത്. മിമിക്രി തന്നെയാണ്, അതിൽ യാതൊരു ദോഷവും വിചാരിക്കേണ്ട. അങ്ങനെയാണ് ലാംഗ്വേജ് ലേൺ ചെയ്യുക. കോപ്പി ചെയ്തിട്ടാണ് ലാംഗ്വേജ് നമ്മൾ ലേൺ ചെയ്യുക. ആൾക്കാർ പറയുന്നത് അതേപോലെ അങ്ങ് പറയാം, അതേ ടോണിൽ, അതേപോലെ ഉച്ചാരണത്തിൽ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അധികം ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ ആ TV ഷോസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഉണ്ട്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് നേറ്റീവ് സ്പീക്കേഴ്സൊക്കെ പറയുന്നില്ല, അത് കോപ്പി ചെയ്യുക. അത് ധൈര്യമായിട്ട് കോപ്പി ചെയ്തോളൂ. കോപ്പി അടിച്ചിട്ടാണ് ഈ ലോകത്ത് എല്ലാവരും ഭാഷ പഠിച്ചേക്കണേ. ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നല്ലൊരു ഡയലോഗൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അങ്ങോട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് ഇടയ്ക്കൊക്കെ കൊണ്ട് പ്രയോഗിക്കൂ. ഇപ്പോൾ വല്ല കറിയൊക്കെ അരിയുമ്പോൾ വെണ്ടയ്ക്കൊക്കെ നോക്കിയിട്ട് യു നോ നത്തിങ് വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുക. അപ്പോൾ അങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഫണ്ണും ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് അങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഉപയോഗിച്ചില്ലെങ്കിലും വെണ്ടയ്ക്കോ പാവയ്ക്കോ അടുത്തൊക്കെ ഉപയോഗിച്ചൊക്കെ പഠിക്കുക. അപ്പോൾ എക്സ്പ്രഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പം നമുക്കൊരു ഫണ്ണായിരിക്കും. എന്തെങ്കിലും ഫണ്ണാണെങ്കിൽ നമ്മൾ കൂടുതൽ ചെയ്യുമല്ലോ, അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ റെഡി അല്ലെങ്കിലും സംസാരിച്ചു തുടങ്ങും. കുറേ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർ വിചാരിക്കണത് ഞാൻ റെഡി ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങൾ സംസാരിച്ചു തുടങ്ങാം. അത് നിൽക്കരുത്, അതൊരു വലിയ മണ്ടത്തരാണ്. അറിയാവുന്ന പോലെ സംസാരിച്ചു തുടങ്ങാം, അല്ലേ? നിങ്ങൾക്ക് സ്പീക്കിംഗ് റെഡി ആക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യണുള്ളൂ, കൂടുതൽ സ്പീക്ക് ചെയ്യാം. ഞാൻ ചില സ്റ്റുഡൻസിനോട് ഞങ്ങളുടെ കോഴ്സിൽ ChatGPT വെച്ചിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവർ പലരും അതൊക്കെ സ്കിപ്പ് ചെയ്യും. ഞാൻ പറയും, സേടോ സംസാരിക്കണമെങ്കിൽ പിന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണ്ടേ, അത് സ്കിപ്പ് ചെയ്യരുത്, ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് കൂടുതൽ ചെയ്യുക, അപ്പോൾ അവിടേക്ക് എത്തും. അതിപ്പോൾ നമ്മളിപ്പോൾ ChatGPT വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം തന്നെ എന്തെങ്കിലുമൊക്കെ. ഞാൻ പറഞ്ഞില്ല, വെണ്ടയ്ക്കൊക്കെ അരിയുമ്പോൾ വെണ്ടയ്ക്കോട് 2 വർത്താനം പറയാം ഇംഗ്ലീഷിൽ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് റെഡി ആവും. പിന്നെ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുക. അത് ഞാൻ യൂട്യൂബ് എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയായിരുന്നു പറയാറ്, അങ്ങനെയല്ല അല്ലേ എന്നൊക്കെ പറയാം. എത്ര ആൾക്കാർ അത് കണ്ടിട്ട് ഇംഗ്ലീഷ് പഠിച്ചേക്കണേ. ഒരു സ്ലോ പ്രോസസ്സാണ്, അല്ലേ? നമ്മുടെ ബ്രെയിൻ ഇത് റെഡി ആക്കാനുള്ള ആ പേഷ്യൻസ് നിങ്ങൾക്ക് വേണം, അത്രേ ഉള്ളൂ. ഇനി പറയാനുള്ളത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. പേടിക്കരുത്. പേടിച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമോ? നല്ല പേടിയാണ് നമുക്ക്. അതിന് പകരം നല്ല എക്സൈറ്റഡ് ആണ്, ഒന്നും അറിയില്ല പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലേ, നമുക്ക് എത്ര വേണമെങ്കിലും അതിന് മുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് പേടിച്ചാൽ പോയി. പേടിക്കേണ്ട ആവശ്യമില്ല. ആരും ഇംഗ്ലീഷ് പറയാത്തതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും തെറ്റുവരുത്തിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എൻ്റെ മോൻ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ ഇപ്പം പറ്റും. കുറച്ച് മുമ്പൊക്കെ ഞാൻ അവൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കാണുമായിരുന്നു, മിൽക്ക് നോ, മിൽക്ക് യെസ്, ഇങ്ങനെയൊക്കെ പറയണ്ടായിരുന്നുള്ളൂ. ചെറിയ 2 വയസ്സ് 2.5 വയസ്സിലൊക്കെ ഞാൻ ചോദിക്കും, ഡു യു വോണ്ട് മിൽക്ക്? മിൽക്ക് നോ, നോ മിൽക്ക് മാമ, നോ മിൽക്ക്, അങ്ങനെ പറയുള്ളൂ. അവൻ ഐ ഡോണ്ട് വോണ്ട് മിൽക്ക് എന്നൊന്നും പറയാൻ അറിയണ്ടായിരുന്നില്ല. ഇന്നലെ ഇപ്പോൾ അവൻ എന്നോട് കുറച്ച് ഫിലോസഫിക്കലായ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി കുത്തിയും ഇതൊക്കെ ഇങ്ങനെ സെൻറ്റൻസ് പഠിച്ചേ കുട്ടി. ഞാനങ്ങനെ ഇംഗ്ലീഷ് ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, കേട്ട് ആ സാധനങ്ങൾ അവർ കോപ്പി ചെയ്യും, എന്നിട്ട് അങ്ങനെ പഠിക്കുന്ന. അപ്പോൾ ആരും ഗ്രാമറിനെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ നോക്കി നടക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഗ്രാമർ ടെസ്റ്റിനാണ് പോകണമെങ്കിൽ നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് അവിടെ എത്തണമെങ്കിൽ ആ ടെസ്റ്റൊക്കെ നന്നായി ചെയ്യണമെങ്കിൽ ആദ്യം ബേസിക്സ് മിസ്റ്റേക്സ് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മിസ്റ്റേക്ക് വരുത്താണ്ട് ഇങ്ങനെ നടന്നു തുടങ്ങാന്ന് വെച്ചാൽ ആരാണ് വീഴാണ്ട് നടത്താൻ പഠിച്ചിട്ടുള്ളത്? സൈക്കിളിൽ നിന്ന് വീഴാണ്ട് ആരാ സൈക്കിൾ പഠിച്ചിട്ടുള്ളത്? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? വീണിട്ടേ പഠിച്ചിട്ടുള്ളൂ. വീണ എഴുന്നേൽക്കുക, വീണത് എന്തുകൊണ്ടാണ് നോക്കുക, പിന്നെ വീണ്ടും മുന്നോട്ട് പോവുക. കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ കളിയാക്കുക, സെൻറ്റൻസ് അപ്പം തന്നെ ഫോണിൽ എഴുതി വയ്ക്കുക. ഈ സെൻറ്റൻസ് എന്താ പ്രശ്നം നോക്കുക, ഇതിനിങ്ങനെ പ്രശ്നം ഉണ്ടോ, ഇനി മുതലേ ഈ സെൻറ്റൻസ് ഞാൻ റെഡിയാക്കാം. പിന്നെ നമുക്ക് ഉറപ്പായി ഞാൻ സെൻറ്റൻസ് ഇങ്ങനെ കൃത്യമായി പറയണത് നമുക്ക് ഏത് ഉറക്കത്തിൽ എണീറ്റ് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും, അല്ലേ? നമുക്കൊരു ആഘാതം വരുമ്പോൾ പിന്നെ നമ്മൾ മറക്കില്ലല്ലോ. ഇപ്പോൾ കുട്ടികളെ പോലെ മിസ്റ്റേക്സ് വരുത്തി പഠിക്കുക, മിസ്റ്റേക്സിനോട് പേടി വേണ്ട. ഓരോ ദിവസവും ഇത്തിരി മുന്നോട്ട് പോവുക. പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുത്, പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്തിരിയോടെ പഠിച്ചു, ഈ ഒരു സെൻറ്റൻസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഒരു വലിയൊരു ഇമ്പോസിബിൾ കാര്യമാണെന്നുള്ള ഫീലിംഗ് മാറിയിട്ട് അത്യാവശ്യം എന്നെ കൊണ്ടൊക്കെ പറ്റും, അല്ലേ, ഒരു കൈക്ക് ഞാൻ മതി എന്നുള്ളൊരു ഫീലിംഗൊക്കെ വരും. അവസാനമായിട്ട് പറയാനുള്ളത്, ഇംഗ്ലീഷ് ഒരു വിചിത്രമായ ഭാഷ തന്നെയാണ്, അൺപ്രെഡിക്റ്റബിൾ ആണ്, അല്ലേ? എഴുതുന്ന പോലെ ഒന്നും വായിക്കാൻ പറ്റില്ല. മലയാളത്തിൽ ഏത് ഘടോത്കജൻ എന്ന് എഴുതി വെച്ചാലും നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷിൽ അത് എഴുതി വെച്ചാൽ പല ലെറ്റേഴ്സ് സൈലൻ്റ് ആവും, പിന്നെ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കുറച്ചൊരു തക്കിട ഭാഷ തന്നെയാണ്. എന്നാൽ ഇഷ്ടംപോലെ റൂൾസും ഉണ്ട്. അങ്ങനെ അതും അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. അത് ഇപ്പോൾ ലേൺഡ് രണ്ടിനും വാക്കുകളെ വ്യത്യാസമാണ്, അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും. ലൈസൻസ് സ്പെല്ലിങ് വ്യത്യാസമാണ്. പക്ഷെ ദാറ്റ്സ് ഓക്കെ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞിട്ട് വേണം ചാടാൻ. മനസ്സിലായോ? മിസ്റ്റേക്സ് വന്നാൽ കുഴപ്പമില്ല, കുറേ കൂടെ കേൾക്കുക,
പിന്നെ ഇംഗ്ലീഷ് ഞാൻ പഠിപ്പിക്കണ എൻ്റെ ഒരു ചാനലുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ചിലർക്ക് ഓൾറെഡി അറിയുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവിടെ പോയി നോക്കിയാൽ ആദ്യം ഒട്ടും അറിയില്ലെങ്കിൽ 16 വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കാണുക. കോഴ്സായിട്ട് എടുക്കണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഞാൻ ഇവിടെ കോമെൻറ്റിൽ കൊടുക്കാം അതിൻ്റെ ഇത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഷയാണോ, അത്ര വലിയ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്കും പറ്റും എനിക്കും പറ്റും അല്ലേ. ആരോ പറഞ്ഞ മാതിരി അമേരിക്കയിലത്തെ പിച്ചക്കാർക്ക് വരെ ഇംഗ്ലീഷ് അറിയാം. പിന്നെയാണോ നമ്മൾ അതിനേക്കാളും സൂപ്പറായി ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.